ഒരിക്കൽ കൂടി ഇന്ത്യക്ക് രക്ഷകനായി സഞ്ജു സാംസൺ. ക്വാർട്ടർ ഫൈനലെന്ന് വിശേഷിപ്പിച്ച വെസ്റ്റ് ഇൻഡീസ് പോരാട്ടത്തിലെന്നതുപോലെ സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെയും സഞ്ജുവായിരുന്നു എതിരാളികളുടെ പേടി സ്വപ്നം. 15 റൺസിൽ നിൽക്കെ സഞ്ജുവിനെ പുറത്താക്കാനുള്ള സുവർണാവസരം ഹാരി ബ്രൂക്ക് കൈവിട്ടതോടെ ഇംഗ്ലണ്ട് മത്സരവും കൈവിടുകയായിരുന്നു. ഇന്നോളം കേട്ട വിമർശനങ്ങൾ ഒന്നാകെ സഞ്ജു സാംസൺ കുഴിച്ചുമൂടി. ഒപ്പം ഇംഗ്ലണ്ടിന്റെ സ്വപ്നങ്ങളും. സെഞ്ചുറി നേടാനുള്ള അവസരം മുന്നിൽ നിൽക്കെ ടീമിനായി സ്കോർ ചെയ്യുകയെന്ന ദൗത്യം മാത്രമായിരുന്നു സഞ്ജുവിന്റെ മനസ്സിൽ. സഞ്ജു സാംസൺ ക്രീസിലുള്ള ഒരു ഘട്ടത്തിലും ടീം സെമി ഫൈനലിന്റെ സമ്മർദ്ദം കാട്ടിയില്ല. ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയിൽ ആർച്ചറിനെതിരെ അമ്പയെ പരാജയപ്പെട്ടെന്ന കളിയാക്കലുകൾക്കും സഞ്ജു മറുപടി നൽകി. ആർച്ചറൊക്കെ തീർന്നു എന്ന് സഞ്ജു ആരാധകർക്ക് പറയാൻ വേണ്ടി തച്ചു തകർത്ത് ഒരു മറുപടി. ഇതാ നിനക്കൊരു അവസാന അവസരം. ന്യൂസിലൻഡിനെതിരായ പരമ്പരയിൽ അമ്പയെ പരാജയപ്പെട്ട് ലോകകപ്പിലെത്തിയ സഞ്ജു സാംസണിന് നമീബിയക്കെതിരെ കിട്ടിയത് കരിയറിലേക്ക് ഒരു തിരിച്ചുവരവിനുള്ള അവസരമായിരുന്നു. പിന്നെ ഒരു തിരിഞ്ഞുനോട്ടം സഞ്ജു സാംസൺ നടത്തിയില്ല. 8 പന്തിൽ 22 റൺസടിച്ച് മികച്ച പ്രകടനം. എന്നിട്ടും ഗ്രൂപ്പ് ഘട്ടത്തിൽ പിന്നെ അവസരം നൽകിയില്ല. സൂപ്പർ 8-ൽ ഇന്ത്യൻ ബാറ്റിംഗ് നിര കടുത്ത വിമർശനം നേരിട്ടപ്പോഴാണ് സിംബാബ്വെക്കെതിരെ ഒരു അവസരം കൂടി സഞ്ജു സാംസണിന് കൈവന്നത്. 15 പന്തിൽ 24 റൺസടിച്ച് മികച്ച തുടക്കമേകി. വെസ്റ്റ് ഇൻഡീസിനെതിരെ കണ്ടത് സഞ്ജുവിന്റെ സംഹാര താണ്ഡവം. 97 റൺസുമായി ടീമിനെ ജയത്തിലെത്തിച്ചതിന് പിന്നാലെ ഇംഗ്ലണ്ടിനെതിരെയും അതുല്യ പ്രകടനവുമായി അർദ്ധ സെഞ്ചുറി. തുടരെ 2ാം മത്സരത്തിലും ജീവൻ മരണ പോരാട്ടങ്ങളിൽ കളിയിലെ താരം. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, തന്റെ കരിയറിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി സഞ്ജു സാംസൺ പുതിയൊരു വിജയഗാഥ രചിക്കുകയാണ്. 5 മത്സരങ്ങളിൽ 3 സെഞ്ചുറികളുമായി തിളങ്ങിയ കാലം പോലും മറന്ന് അവസരം ഇനിയും നൽകേണ്ടതില്ലെന്ന് പറഞ്ഞ വിമർശകർക്കുള്ള മറുപടിയാണ്. അഹമ്മദാബാദിൽ സഞ്ജുവിന് കിരീടത്തിനായുള്ള പോരാട്ടം മാത്രമല്ല, ന്യൂസിലൻഡ് പരമ്പരയിലെ പരാജയങ്ങൾക്ക് കൂടി മറുപടി നൽകേണ്ടതുണ്ട്. റെക്കോർഡ് നേട്ടങ്ങളിലേക്ക് ഇന്ത്യ സ്വപ്നം കണ്ടിറങ്ങുമ്പോൾ ഫൈനലിലും സഞ്ജു സാംസൺ തന്നെയാണ് മുന്നണി പോരാളി. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.